ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് UPSC പ്രിപ്പറേഷന്റെ ടൈമിൽ അവോയ്ഡ് ചെയ്യേണ്ട 5 മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഒന്നാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഇല്ലാത്തതാണ്. എന്ത് ചെയ്യണം? UPSC പ്രിപ്പറേഷനിലേക്ക് കടക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം. അതായത് എക്സാമിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. എക്സാമിന്റെ സ്റ്റേജസ്, പാറ്റേൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? സിലബസും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. പിന്നെന്താണ്? ഒരു ടൈം ടേബിളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എക്സാമിൽ നമ്മൾ UPSC പ്രിപ്പറേഷൻ നടത്തുന്ന ടൈമിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ഞാൻ ഓൾറെഡി ഒരു ടൈം ടേബിൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് കണ്ടു നോക്കുക. രണ്ടാമതായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് NCERTസിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കാത്തത്. NCERTs എന്ത് ചെയ്യുന്നത്? ഇഗ്നോർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? 6ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നതല്ലേ, അതിപ്പോ നോക്കണോ, അത് നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. പക്ഷെ അതെന്താണ്? അത് ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. എന്ത് ചെയ്യണം? NCERTs പഠിച്ചു പോകണം. ഓക്കെ, ഞാനിപ്പം എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ എന്താണ്? എക്കണോമിക്സിന് വേണ്ടിയിട്ട് NCERTs പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ എന്താണ്? ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ബേസിക്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? NCERTs പഠിക്കണം. ഏതൊക്കെ NCERTs ആണ്, ഏതൊക്കെ ക്ലാസ് മുതലുള്ളതാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് എന്ത് ചെയ്യാം? അത് കണ്ടു നോക്കാം. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു മിസ്റ്റേക്ക് ആണ് എന്ത്? NCERTs ഇഗ്നോർ ചെയ്യുന്നത്. എന്ത് ചെയ്യുക? ബേസിക്സ് ക്ലിയർ അല്ലാത്ത എല്ലാ സബ്ജക്റ്റിന്റെയും NCERTs എന്ത് ചെയ്യുക? പഠിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് NCERTs പഠിക്കുന്നത്? ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? NCERTs പഠിക്കുന്നത്. സോ എന്ത് ചെയ്യുക? NCERTsനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യാതിരിക്കുക. NCERTs ബേസിക്സ് ക്ലിയർ അല്ലാത്ത എല്ലാ സബ്ജക്റ്റിന്റെയും NCERTs എന്ത് ചെയ്യുക? പഠിച്ച് പോവുക. മൂന്നാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടു മെനി റിസോഴ്സസ്, അതായത് ഒത്തിരി റിസോഴ്സസ് ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് തന്നെ 3-4 ബുക്സ് ഒക്കെ പഠിക്കുന്നത്. അതെന്താണ്? നമുക്ക് എല്ലാ ബുക്സും കവർ ചെയ്യാനും പറ്റത്തില്ല. കറക്റ്റ് ആയിട്ട് എന്താണോ പഠിക്കേണ്ടത് അതും പഠിച്ചു തീർക്കാൻ പറ്റില്ല. ഒരു ഇപ്പൊ പൊളിറ്റിക്ക് വേണ്ടി, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പൊളിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് പഠിക്കുക? ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് പഠിക്കാം. അപ്പം അവിടെ തന്നെ നമുക്ക് DDVSന്റെ ബുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറെ ബുക്സ് അവൈലബിൾ ആണ്. പക്ഷെ എന്ത് ചെയ്യുക? ഈ ഒരൊറ്റ ബുക്കിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് മാത്രം പഠിക്കുക. ഓക്കെ, ഇനി അതിൽ എന്തെങ്കിലും പോർഷൻസ് കൂടുതലും അതിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്, 1-2 ടോപ്പിക് അതിൽ കവർ ചെയ്യാത്തതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുക? വേറെ ഏതെങ്കിലും റിസോഴ്സ് എടുക്കുക. പക്ഷെ എന്താണ്? ഒരു കാര്യം പഠിക്കാനായിട്ട് തന്നെ എന്താണ്? 3-4 ബുക്കുകളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ ബുക്ക് അല്ലെങ്കിൽ ഒരൊറ്റ നോട്ട് അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നമ്മൾ പഠിക്കാനായിട്ട്. ഒത്തിരി റിസോഴ്സസ് നോക്കുന്നത് നമുക്ക് വെറുതെ ടൈമും പോവും, നമ്മുടെ സമയവും പോവും, എഫേർട്ടും വേസ്റ്റ് ആവും. അതിൽ നല്ല എന്താണ്? ഒരൊറ്റ റിസോഴ്സസ് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം കുറെ അധികം റിസോഴ്സസ് അവോയ്ഡ് ചെയ്യുക. ഒരൊറ്റ റിസോഴ്സ് വെച്ചിട്ട് പഠിക്കുക. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് ആണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്താത്തത്. എന്ത് ചെയ്യുക? നമ്മൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്ത് ഒരു കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ആൻസർ റൈറ്റിംഗ്, മെയിൻസിന് വേണ്ടിയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും നടത്തി പോവുക. അല്ലെങ്കിൽ പ്രിലിംസിന്റെ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്താമെന്ന് നോക്കിയിരുന്ന അതൊരിക്കലും പറ്റുകയില്ല. നമ്മൾ എക്സാം എന്ത് ചെയ്യും? നമ്മൾ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക? ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴാണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തേണ്ടത്, എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ടൈം ടേബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുക? അതൊന്ന് കണ്ടു നോക്കുക, അപ്പൊ മനസ്സിലാവും. സോ എന്ത് ചെയ്യുക? പ്രിലിംസിന് പ്രിപ്പയർ ചെയ്ത് ഒരു പ്രിപ്പറേഷൻ ഒരു 2-3-4 ആഴ്ചകളൊക്കെ കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും നടത്തിയിട്ട് പോവുക. ഇനി വേറൊരു മിസ്റ്റേക്ക് ആണ് കറണ്ട് അഫയേഴ്സ് ഇഗ്നോർ ചെയ്യുന്നത്. ചില സ്റ്റുഡൻസ് ഉണ്ട്, എന്താണ്? ചില ആസ്പിറൻസ് ഉണ്ട്, എല്ലാം പഠിക്കും, GS പഠിക്കും, അതുപോലെ തന്നെ എന്താണ് CSAT പഠിക്കും. പക്ഷെ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് മാത്രം അവർ ഇഗ്നോർ ചെയ്യും. പക്ഷെ പ്രിലിംസിലൊക്കെ എന്താണ്? കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ആണ്. പ്രിലിംസിൽ മാത്രമല്ല മെയിൻസിലും ഇമ്പോർട്ടന്റ് ആണ്. സോ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് ഒരിക്കലും ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ 5 മിസ്റ്റേക്സ്. ഇതെന്ത് ചെയ്യുക? ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഒന്നാമതായിട്ട് ഒരു ക്ലിയർ പ്ലാൻ ഇല്ലാത്തത്. രണ്ടാമത്തേത് NCERTs ഇഗ്നോർ ചെയ്യുന്നത്. മൂന്നാമത്തേത് റിസോഴ്സസ്, ടു മെനി റിസോഴ്സസിൽ ഫോക്കസ് ചെയ്യുന്നത്. നാലാമത്തേത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്താത്തത്. അഞ്ചാമത്തേത് കറണ്ട് അഫയേഴ്സ് ഇഗ്നോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ UPSC CSCയുടെ നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? എന്നെ കോൺടാക്ട് ചെയ്യുക. CSATന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് ചെയ്താൽ മതിയാവും. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. താങ്ക് യു.